48 മണിക്കൂർ ലോകം മുൾമുനയിലായിരുന്നു. അമേരിക്കയുടെ ആക്രമണം, ഇറാന്റെ പ്രത്യാക്രമണം, വ്യോമപാത അടച്ച് ഗൾഫ് രാജ്യങ്ങൾ, ഇനി എന്തെന്ന ഭീതിയിലായിരുന്നു. പക്ഷേ ആശങ്കകളെല്ലാം അസ്ഥാനത്താക്കി ഇന്ന് ട്രംപ് പ്രഖ്യാപിച്ചു വെടിനിർത്തലെന്ന്. ലോകം പഴയ പടിയിലേക്ക് മടങ്ങിയെന്ന് നാം ഓരോരുത്തരും വിശ്വസിച്ചു. പക്ഷേ മണിക്കൂറുകൾ തികച്ചില്ല. ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേലിന്റെ ആരോപണം വരുന്നു. ഇറാൻ നിഷേധിക്കുന്നു. പിന്നാലെ ട്രംപിന്റെ മുന്നറിയിപ്പ്. Israel, as soon as we made the deal, they came out and they dropped a load of bombs, the likes of which I've never seen before. The biggest load that we've seen. I'm not happy with Israel. You know, when I say, okay, now you have 12 hours, you don't go out in the first hour and just drop everything you have on them. So I'm not happy with them. I'm not happy with Iran either. But I'm really unhappy if Israel's going out this morning because the one rocket that didn't land, that was shot, perhaps by mistake, that didn't land. I'm not happy about that. But we basically have two countries that have been fighting so long and so hard that they don't know what they're doing. അമേരിക്കൻ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ബീപ്പ് ശബ്ദമിട്ട് കേൾപ്പിക്കേണ്ടി വന്നു. അത് അസാധാരണമാണ്. ഇതിനു മുൻപും അമേരിക്കൻ പ്രസിഡന്റുമാർ വാവിട്ട വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഫോക്സ് ന്യൂസ് മാധ്യമപ്രവർത്തകനോട് കയർത്ത ജോ ബൈഡനും പ്രസിഡൻഷ്യൽ പ്രചാരണത്തിനിടെ എതിർ സ്ഥാനാർത്ഥിയെ അസഭ്യം പറഞ്ഞ ജോർജ് ഡബ്ല്യു ബുഷുമൊക്കെ അവരിൽ ചിലർ മാത്രം. എന്നാൽ എന്തായിരിക്കും ട്രംപിനെ ഇത്രയും അസ്വസ്ഥനാക്കിയത്? അതിന് നമ്മൾ ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ എന്താണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ സംഭവിച്ചതെന്ന് അറിയണം. നമുക്ക് വിശദമായി ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. ഇന്ന് രാവിലെ ലോകം ഉണർന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ആ പ്രഖ്യാപനത്തോടു കൂടിയാണ്. അതായത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചത്. ആദ്യ മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ സ്ഥിരീകരിച്ചില്ല. പക്ഷേ പിന്നീട് ഇറാൻ ഭരണകൂടവും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ വെടിനിർത്തൽ, അതായത് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ സ്ഥിരീകരിച്ചു. അപ്പോഴും എന്താണ് ഈ വെടിനിർത്തൽ കരാറിന്റെ വിശദാംശങ്ങളെന്ന് പുറത്തു വന്നിരുന്നില്ല. ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ഇസ്രായേലിന്റെ ആരോപണം വരുന്നു. മണിക്കൂറുകൾ തികഞ്ഞില്ല അതിനു മുൻപ് തന്നെ ടെല്ലവീവിലും ഹൈഫയിലും എയർ സൈറണുകൾ മുഴങ്ങി ആളുകൾ ബങ്കറിലേക്ക് വീണ്ടും നീങ്ങി. എന്നാൽ പിന്നീട് നമ്മൾ കേട്ടത് ഇറാന്റെ എല്ലാ മിസൈലുകളെയും തടുത്തുവെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളാണ്. അതിന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം വരുന്നു. വടക്കൻ ഇറാനിൽ വ്യാപകമായ നാശം, 9 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇസ്രായേലിന് കടുത്ത ഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. എത്രയും പെട്ടെന്ന് സ്വന്തം പൈലറ്റുമാരെ തിരിച്ചു വിളിക്കണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം. കുറെ ചോദ്യങ്ങൾ ഈ നിമിഷവും ഉയരുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ 3 കക്ഷികളുണ്ട്. 1 ഇസ്രായേൽ, 2 ഇറാൻ, ഇതിനു പുറമെ അമേരിക്ക. വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുണ്ടോ ഈ രാജ്യങ്ങൾ? വെടിനിർത്തലിൽ നിന്ന് തുടങ്ങാം. യുദ്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഇരു രാജ്യങ്ങൾക്കും ശക്തമായ കാരണങ്ങളുണ്ട്. ഇറാനിലെ മതഭരണകൂടം ഡെത്ത് ടു അമേരിക്ക എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ പണ്ട് വിളിച്ചിരുന്നു. പക്ഷേ കുറച്ചേറെ കാലമായി അമേരിക്കയുമായി നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് പതിവ്. കൂടുതലും പ്രോക്സി ആക്രമണങ്ങളാണ്. ലെബനനിലും സിറിയയിലും ഇറാഖിലും യമനിലുമുള്ള സായുധ സംഘടനകളെ മറയാക്കി ആക്രമണം. ഇറാൻ ആയുധം നൽകും, പണം നൽകും, പരിശീലനവും. നിലവിൽ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഭരണകൂടം മാറണം എന്നാഗ്രഹിക്കുന്ന ജനവിഭാഗമുണ്ട്. ഇസ്രായേൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് പൂർണ്ണമായും കഴിഞ്ഞിട്ടുമില്ല. സഖ്യകക്ഷികളായ സായുധ സംഘടനകൾ തളർച്ചയിലാണ്. ഇനി ഇസ്രായേൽ. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനപ്പുറം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിൽക്കില്ല. അതും അമേരിക്കയുടെ ആക്രമണത്തെ പ്രശംസിച്ചതിന് പിന്നാലെ. ഇറാനിലെ തന്ത്രപ്രധാന ഇടങ്ങളെല്ലാം ആക്രമിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം വിലയിരുത്തുന്നത്. അമേരിക്ക. യുദ്ധം അനന്തമായി നീളാൻ ഒരിക്കലും ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കില്ല. യുദ്ധങ്ങളുടെ ഭാഗമാകില്ല എന്ന വാക്കാണ് അമേരിക്കൻ ജനതയ്ക്ക് ട്രംപ് നൽകിയത്. ഇറാഖും അഫ്ഗാനിസ്ഥാനും ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ ഉറപ്പ് പാലിക്കേണ്ടതുണ്ട്. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് ആണവ പദ്ധതികൾ ലോകത്തിനുണ്ടാക്കുന്ന ഭീഷണി പറഞ്ഞായിരുന്നു. ആണവ പദ്ധതികൾ നിർത്താമെന്ന്, അല്ലെങ്കിൽ ആണവ പദ്ധതികൾക്കൊരു പരിധി വെക്കാമെന്ന് ഇറാൻ അറിയിച്ചു. പഠിച്ചതും അറിഞ്ഞതും നേടിയതും മറക്കുമോ?
ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ആണവ പ്ലാന്റുകൾ തകർന്നിരിക്കാം. എന്നാലും ആണവായുധം നിർമ്മിക്കാനും ശേഖരിക്കാനുമുള്ള അറിവ് ഇറാൻ നേടിക്കഴിഞ്ഞില്ലേ? ആ അറിവിനെ ആക്രമണത്തിൽ നശിപ്പിക്കാൻ കഴിയുമോ? ഈ ആക്രമണങ്ങളിൽ നിന്ന് ഇറാൻ പഠിച്ച പാഠം എന്തായിരിക്കും? ആണവായുധം രാജ്യത്തിന് കരുത്തേകുമെന്നായിരിക്കില്ലേ? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇന്നും പറയുന്നു 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം ഇറാൻ എവിടെയാണ് സൂക്ഷിച്ചതെന്ന് അറിയില്ലെന്ന്. രഹസ്യ കേന്ദ്രങ്ങളിൽ സെൻട്രിഫ്യൂഗുകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം അസാധ്യമല്ല ഇന്നും ഇറാന്. 400 കിലോ സമം 10 ആണവായുധം. ആണവ പദ്ധതികളിൽ ഇറാന്റെ നിലപാട് എന്തായിരിക്കും ഇനി? ഒരു ആണവ കരാർ അത് സാധ്യമാണോ? എന്തായിരിക്കും ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവരുന്ന കരാർ? 2015 പ്രസിഡന്റ് ബരാക് ഒബാമ ഇറാനുമായി ആണവ കരാറിലെത്തി. ചെറിയ അളവിലാണെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ കരാർ ഇറാൻ അനുമതി നൽകി. പരിശോധനകളോട് ഇറാനും യോജിച്ചു. 1 വർഷമെങ്കിലും ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ തടയുകയായിരുന്നു കരാറിന്റെ ലക്ഷ്യം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ആണവായുധം നിർമ്മിക്കാൻ ദിവസങ്ങൾ മാത്രം മതിയെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതെന്ന് വിദഗ്ധർ പറയുന്നു. ഇതുമാത്രമല്ല, മിസൈലിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ന്യൂക്ലിയർ വാർഹെഡ് നിർമ്മിക്കാനും ഇറാന് പദ്ധതിയുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് ഒബാമയല്ല, ചെറിയ ഇളവ് പോലും നൽകാൻ സാധ്യതയില്ല. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കാം, പക്ഷേ ഇറാനിൽ പറ്റില്ല. മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് സംഘടനകളുടെ സഹകരണത്തോടെ. ഇതിൽ ചർച്ച നടത്താൻ പോലും ഇറാൻ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ഇറാനിലെ ഭരണകൂട മാറ്റമായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും പിന്മാറിയോ? ആ ആവശ്യം, അതായത് ഒരു റെജീം ചേഞ്ച് എന്ന ആവശ്യത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്മാറിയോ? അമേരിക്കയും ഇസ്രായേലും ഇന്നും വിശ്വസിക്കുന്നു മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭരണകൂടം മാറണമെന്ന്. അധികാരത്തിൽ നിന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ മാറ്റണം. ഇന്നലെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളാണ്. അതിൽ വിഖ്യാതമായ എവിൻ ജയിലും ബസീജ് മിലീഷ്യയുടെ ആസ്ഥാനവും ഉൾപ്പെടുന്നു. ഉന്നം കൃത്യമാണ്: ആഭ്യന്തര കലാപം അടിച്ചമർത്തുന്ന മിലീഷ്യയെ ഇല്ലാതാക്കുക. ഇറാനിലെ സാധാരണ ജനം ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്നായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. ബോംബുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ പ്രതിഷേധം പോയിട്ട് പുറത്തിറങ്ങുക പോലും അസാധ്യം. സംഘർഷം അവസാനിച്ചാൽ ഇറാൻ അധികാരികളുടെ തെറ്റായ തീരുമാനം ജനം തിരിച്ചറിയുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷ. ഭീകരനെന്ന് പറഞ്ഞ് ആദ്യം ഇറാനിനെതിരെ ആക്രമണം, പിന്നീട് സമാധാന ദൂതൻ. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിലൂടെ അമേരിക്ക ലോകശക്തി എന്ന ഖ്യാതി അരക്കിട്ടുറപ്പിച്ചു. ആഗോള സുരക്ഷ ആശങ്കയിലാകുമ്പോൾ പ്രതിവിധി തങ്ങളുടെ പക്കലെന്ന് വീണ്ടും അമേരിക്ക തെളിയിച്ചു. പക്ഷേ ടീം ട്രംപിലുള്ളവരിൽ പലരും ലോക പോലീസായി ഇനി പ്രവർത്തിക്കേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നു. അതിനു പകരം ശ്രദ്ധ നൽകേണ്ടത് പസഫിക് മേഖലയിലാണെന്നും, പ്രത്യേകിച്ച് ചൈനയുമായുള്ള ഇടപാടുകളിൽ. വൈസ് പ്രസിഡന്റ് JD വാൻസ് പിന്തിരിയാനുള്ള അമേരിക്കൻ തീരുമാനം ശരിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. തങ്ങളെ എങ്ങനെ ഭരിക്കണമെന്ന് ഇറാനിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അമേരിക്കൻ പൗരന്മാരുടെ പൊതുനിലപാട്. എന്നാലും ആണവായുധവുമായി മുന്നോട്ടു പോകാൻ ഇറാൻ തീരുമാനിച്ചാൽ എല്ലാ ശക്തിയുമെടുത്ത് ആക്രമണം. അതാണ് അമേരിക്കൻ സ്റ്റാൻഡ്.